ഒരുപക്ഷെ ഇത്രയധികം മൈൻഡ് ബോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രായോഗികമായിട്ട് ബിസിനസ്മാനാണ്, ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആണ്. കുറച്ച് സമയം പോലും ഓട്ടമാണ് എല്ലാത്തിൻ്റെയും പുറകിൽ. അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ പുറകിൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാനൊരു യോഗ ട്രെയിനറാണ്. യോഗ ട്രെയിനറാകുമ്പോൾ എന്തായാലും മെഡിറ്റേഷൻ ചെയ്യുമല്ലോ. അപ്പോൾ ഒത്തിരി മെഡിറ്റേഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് യോഗ, അങ്ങനെ പലതരം യോഗയുടെ മെഡിറ്റേഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാറിൻ്റെ ഈ ഒരു മെഡിറ്റേഷൻ ഭയങ്കര ഒരു ലെവലായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു ഫീലായിരുന്നു. എനിക്ക് ശരിക്കും ഒത്തിരി ഫീൽ ചെയ്തു. എത്ര സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. For me, I don't know, lot of things to talk. അത് ഒന്നും layered അല്ല because of ഒരു overwhelmness of today's experience. And on a lighter note, when I started this journey within, അത് ഓൺലൈൻ സെഷൻ തുടങ്ങിയ ദിവസം I was so confused. സാറ് ഇന്ന് കാണിച്ച ആ വീടാണ് കാണിച്ചത്. വീടും ഗ്ലാസും തിരിഞ്ഞ് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ I was little confused. What should I do എന്നുള്ളത്. ആ സെഷനിൽ he said a lot of things, but nothing was inside me, or I couldn't understand what it is to see within yourself nalladu. I was not getting it, but these 2 days was literally a life changing moment for me. സത്യം പറഞ്ഞാൽ ഈ ഒരു എൻ്റെ സീരിയസ് ആയിട്ട് ഇന്നർ ജേർണി തുടങ്ങിയത് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. സീരിയസ്ലി അതുവരെ ഇങ്ങനെ റിഫ്ലക്ഷൻ ചെയ്യുമെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്തിരുന്നില്ല. ഒരു സൂപ്പർഫിഷ്യൽ റിഫ്ലക്ഷൻ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഈ അൺറിയൽ മീ, അൺറിയൽ ഐ, റിയൽ ഐ എന്താണ് എന്നുള്ളത്. ആ ഡൗട്ട്സ് എല്ലാം ക്ലിയറായി. എൻ്റെ മൈൻഡിലുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയത് ഈ 2 ദിവസം. ഒരുപാട് ബുക്കുകൾ ഇങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരുപാട് ബുദ്ധൻ്റെ ബുക്കുകളുണ്ട്. പക്ഷേ ഇതൊന്ന് വായിച്ചു നോക്കി എനിക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ എനിക്കിത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം സാറ് പറഞ്ഞു തന്നു. നമ്മൾ മാറണമല്ലോ, ശിഷ്യൻ മാറിയാൽ മാത്രമേ ഗുരു നമ്മുടെ അടുത്ത് വരുള്ളൂ. റെഡിയായാൽ മാത്രമേ. എനിക്ക് ഒന്ന് ഞാൻ ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്തു ഒക്കെ ചെയ്തിട്ടായിരിക്കും സാറിനെ എനിക്ക് കാണാൻ പറ്റിയ. ഗുരുമുഖത്തുനിന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. എന്നെപ്പോലെയുള്ളൊരു സാധാരണ മനുഷ്യന് ഇതിൻ്റെ ഇനിയും എത്രയോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തെങ്കിലേ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും വരും ക്ലാസ്സുകളിലും വളരെ സന്തോഷത്തോടു കൂടി, വളരെ അഭിമാനത്തോടു കൂടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. ഈ 2 ദിവസത്തെ റിട്രീറ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ റിട്ടേൺ ടു ദ സോഴ്സ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് പിന്നെ ഒന്നും സംസാരിക്കാനില്ല. വല്ലാത്തൊരു സൈലൻസ്. ഒന്ന് എഴുന്നേറ്റ് മാറിയിരിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. ഒരു ഇന്നർ സൈലൻസ് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഓരോരോ റിട്രീറ്റ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും മനസ്സിലാവുന്നത്. There were a lot of questions in me. What is it? Where are you traveling? I do a lot of meditation, but what is this intended to? What is your destination? Is there a destination? So a lot of questions were there, and this was a wonderful moment for me to understand there is no destination. You are part of the whole existence. Our answer eniki ivide kitti. So I was wondering, the kind of effort he has been put in. So yesterday when I spoke to Unnikrishnan sir, he was telling 2012 onwards he was planning this. So it took 12 years for him to do this. So that is the kind of effort he has put in this subject. So which is why we could understand this in a very lighter way in 2 days. അത് അല്ലാതെ നമുക്ക് പറ്റത്തില്ല ഒരിക്കലും. ഫസ്റ്റ് റിട്രീറ്റ് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങിയപ്പോൾ അത് തന്നെയാണ് എന്നെ പുഷ് ചെയ്തത്. ശരിക്കും ഈ ഒരു റിട്രീറ്റിൽ പങ്കെടുക്കണം എന്നും ഒന്നുകൂടി ഉറക്കണം എന്നുള്ളൊരു തോന്നൽ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ്
ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന പേരിൽ ഞാനൊരു വീഡിയോ കാണുകയാണ്. എല്ലാവരും സ്ക്രോൾ ചെയ്ത പോലെ ഞാനും ഈ പോസ്റ്റ് കോവിഡിൻ്റെ ഒക്കെ ട്രോമാസിലെല്ലാം പോകുമ്പോൾ അപ്പോൾ ഞാൻ എന്നിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ദീവട്ടാ ഈ മനുഷ്യനിൽ നിന്ന് എനിക്ക് ഒരുപാട് കിട്ടാണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, ഈ വാക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് എനിക്ക് കിട്ടാണ്ട്, എനിക്ക് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പാത്ത് എന്താന്നുള്ളത് മനസ്സിലായി. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ പാത്തിലേക്കുള്ള പ്രാക്ടീസ് നമ്മൾ ഇനി ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആണ് ശരിക്ക്. അത് സാറിൻ്റെ ഓരോ ക്ലാസ്സുകളിലും ഫോളോ അപ്പ് സെഷനിലായാലും നമുക്ക് വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട്, ഇപ്പം മന്ത്ലി തന്നെ 2 സെഷൻസ് സാറ് എടുക്കുന്നുണ്ട്, ഫോളോ അപ്പ് സെഷൻ എടുക്കുന്നുണ്ട്, ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. എന്തുമാത്രം എഫേർട്ട് സാറും മാമും എടുക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അവ്യക്തമായിരുന്നു പലതും. ചെയ്യുന്നത് ശരിയാണോ, പറയുന്നത് ശരിയാണോ, നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഉള്ളൊരു ഇത്. കാരണം നമ്മൾ ഗൈഡഡ് അല്ലല്ലോ. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് യെസ് ഇറ്റ് ഈസ് എന്ന് വീണ്ടും ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിച്ചത് ഉണ്ണീഷൻ സാറുടെ കഴിഞ്ഞ 2 വർഷമാണ്. താങ്ക് യു സോ മച്ച് സർ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് കൃതജ്ഞത മാത്രമേ ഉള്ളൂ.